വാർത്തകൾ തുടരുന്നു. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് പേര് നൽകാൻ കൂടുതൽ സമയം ചോദിക്കാൻ ഗവർണർ. IIT-യിലെ വിദഗ്ധരടക്കം 20 പേരുകൾ തെരഞ്ഞെടുത്തു. അന്തിമ പട്ടിക തിങ്കളാഴ്ച സമർപ്പിക്കാമെന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നു. ബിനോയ്, സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പേര് നൽകാൻ കൂടുതൽ സമയം ചോദിച്ചിരിക്കുകയാണ് ഗവർണർ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയാണ് സുപ്രീം കോടതി നിർദ്ദേശം പുറത്തു വന്നത്. ആദ്യം സർക്കാരിനോടും ഒപ്പം ഗവർണറോടും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇരുവരും അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്നാണ് സുപ്രീം കോടതി തന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥികളുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേഗത്തിൽ തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് വൈസ് ചാൻസലർ നിയമനത്തിലേക്ക് പോകണം എന്നൊരു നിർദ്ദേശം സുപ്രീം കോടതി വെക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിച്ചുള്ള പകരം ഈ രണ്ടുപേരും ഗവർണറും ഒപ്പം സർക്കാരും 4 പേരുടെ വീതം ലിസ്റ്റ് 2 യൂണിവേഴ്സിറ്റികളിലേക്ക് നൽകണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തലത്തിലെ ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആ ലിസ്റ്റ് സുപ്രീം കോടതിക്ക് കൈമാറും. അതേസമയം ഗവർണർ ലിസ്റ്റ് സമർപ്പിക്കുന്നത് സമയം കുറച്ചുകൂടി നീട്ടി ചോദിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം IIT-യിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടെ 20 പേരുടെ പേര് കൈവശമുണ്ടെങ്കിലും അതിൽ കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കാൻ ഇതുവരെയായും ഗവർണർ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഒരു പക്ഷേ ഇന്ന് വിദഗ്ധരുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു പട്ടിക തയ്യാറാക്കുക. ആ പട്ടിക കൂടി കിട്ടുമ്പോൾ മാത്രമായിരിക്കും സെർച്ച് കമ്മിറ്റി പൂർണ്ണ തോതിലേക്ക് മാറുക. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇനി ഒരു UGC പ്രതിനിധി കൂടി ഉൾപ്പെടും. ആ UGC പ്രതിനിധി ആരായിരിക്കും എന്നുള്ള കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് ഗവർണറാണ്. ചാൻസലർ കൂടിയായ ഗവർണറാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് തന്നെ സർക്കാർ ഈ ലിസ്റ്റ് കൈമാറും. പക്ഷേ ഗവർണർ ലിസ്റ്റ് കൈമാറുന്നത് ഒരു 1-2 ദിവസം കൂട്ടി ചോദിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. KTU, അതായത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സാങ്കേതിക സർവകലാശാലയിലും ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയിലും വീണ്ടും പുനർനിയമനം നൽകിയത്, അതായത് സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ K. ശിവപ്രസാദിനും ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനും വീണ്ടും പുനർനിയമനം നൽകിയത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. ഒപ്പം ഇരുവരെയും മാറ്റണമെന്ന ആവശ്യം സർക്കാർ തന്നെ ഗവർണറോട് നേരിട്ട് പറഞ്ഞിരുന്നു. എന്നിട്ടും ഗവർണർ അതിന് തയ്യാറായില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നിയമമന്ത്രിയും ഗവർണറെ നേരിട്ട് കണ്ടിരുന്നു, എന്നിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ഗവർണറുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായത്. ഇതേ തുടർന്നാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം എന്ന ആവശ്യവുമായി സർക്കാർ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്തായാലും ഇന്ന് സർക്കാരിന്റെ പട്ടിക നൽകും. ഒരുപക്ഷെ 1-2 ദിവസം നീട്ടി നൽകാനായിരിക്കും ഗവർണർ സമയം ചോദിക്കുക. ശരി. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് പേര് നൽകാൻ കൂടുതൽ സമയം ചോദിക്കാൻ ഗവർണർ. IIT-യിലെ വിദഗ്ധരടക്കം 20 പേരുകൾ തെരഞ്ഞെടുത്തു. അന്തിമ പട്ടിക തിങ്കളാഴ്ച സമർപ്പിക്കാമെന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.